രാജ്യത്ത് രാഹുൽ തരംഗം എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അത് തിരിച്ചറിഞ്ഞതാണ് ഇന്ന് റായ്ബറേലിയിൽ കണ്ടത്. രാഹുൽ ഗാന്ധി തിരിച്ചു പോകണമെന്നറിയിക്കാൻ മോദിയും അമിത്ഷായും BJP പ്രവർത്തകരെ അയക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലി സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന്റെ ഒരു കിടിലൻ സർജിക്കൽ സ്ട്രൈക്കാണ്. ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി BJPയോട് മത്സരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. മാത്രമല്ല, വയനാട്ടിലെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ BJP ആഘോഷിച്ചതുപോലെ പാകിസ്ഥാൻ പതാക എന്ന് പറയാനും മുസ്ലിം പ്രീണനം എന്ന് പറയാനുമൊന്നും ഒരു ചിത്രം പോലും BJPക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. വയനാട്ടിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മത്സരിച്ചു എന്ന് പറയാൻ പോലും BJPക്ക് സാധിക്കുന്നതിന് മുൻപ് തന്നെ, അതായത് ഇനി 5 ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കാൻ ബാക്കിയുള്ളപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിലെ സ്ഥാനാർത്ഥിയും പോരാളിയുമായി മാറിയിരിക്കുകയാണ്. അതും വൻ വിജയത്തോടെ ഈ രാജ്യം പറയുന്നത് 2 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിനെയാണ്. ദക്ഷിണേന്ത്യയിൽ രാഹുലിന്റെ സ്വാധീനം ഉണ്ടാകുമ്പോൾ തന്നെ കേരളം, തമിഴ്നാട് എന്നീ 2 സംസ്ഥാനങ്ങളിലും മുഴുവൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ കർണാടകത്തിൽ പകുതിയും, തെലങ്കാനയിലും ആന്ധ്രയിലും തുടക്കവും തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. ഇവിടെയെല്ലാം ഒരു തരംഗമുണ്ടാക്കി തെക്കേന്ത്യയിൽ ആകെയുള്ള 131 സീറ്റുകളിൽ 100ഓളം സീറ്റുകളിൽ വിജയമുറപ്പിച്ച ശേഷമാണ് അത് ഭദ്രമാക്കി വെച്ച് ഉത്തരേന്ത്യയിൽ, അതും ഉത്തർപ്രദേശിലേക്ക് രാഹുൽ പോയിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് അവിടെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതിയാകും. ഹിന്ദി ഹൃദയഭൂമിയിൽ ഇളക്കി മറിക്കാൻ പോവുകയാണ് രാഹുൽ ഗാന്ധി. കഴിഞ്ഞ തവണത്തെ പോലെ, അല്ലെങ്കിൽ BJP പ്രതീക്ഷിച്ചതുപോലെ അമ്മയും മകനും മകളും ഒക്കെ മത്സരിച്ചാൽ കുടുംബാധിപത്യം എന്ന് പറഞ്ഞു നടക്കാൻ കാത്തിരുന്ന BJPയുടെ തന്ത്രങ്ങളെ തകർക്കുന്നതടക്കമുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള നീക്കമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നടത്തിയിരിക്കുന്നത്. ഗാന്ധി കുടുംബമല്ല കോൺഗ്രസിനെ നയിക്കുന്നതെന്നും രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിനെ നയിക്കുന്നതെന്നുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത്. നരേന്ദ്രമോദിയോട് നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്നുള്ള സന്ദേശം നൽകാൻ കോൺഗ്രസിനും രാഹുലിനും കഴിഞ്ഞിരിക്കുന്നു. ഇന്നു മുതൽ രാജ്യത്തിന്റെ രാജകുമാരനായി രാഹുൽ മാറുകയാണ്. ഈ പേര് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ നരേന്ദ്രമോദി തന്നെയാണ്. വിമർശിക്കാൻ വേണ്ടി പോലും അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് രാഹുലിനെ രാജകുമാരൻ എന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തൊന്നും നരേന്ദ്രമോദി കോൺഗ്രസിനെ പറ്റി പറയാറില്ലായിരുന്നു, രാഹുൽ ഗാന്ധിയെ വിമർശിക്കാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ മുഴുവൻ സമയവും രാഹുലിന്റെ പിന്നാലെ നടക്കുകയാണ് വിമർശിച്ചുകൊണ്ട് നരേന്ദ്രമോദി. ഇത് അദ്ദേഹത്തിന്റെ ഗതികേടാണ് സൂചിപ്പിക്കുന്നത്. രാഹുൽ പരാജയം സമ്മതിച്ചുവെന്നും ഇനി സർവേയുടെ ആവശ്യമില്ലെന്നും ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞത് തന്നെ രാഹുൽ ഗാന്ധിയുടെ മുന്നേറ്റത്തിന്റെ ഭയം കൊണ്ട് തന്നെയാണ്. അതായത് മോദി ഈ തെരഞ്ഞെടുപ്പിൽ അകപ്പെട്ടിരിക്കുന്ന പ്രതിരോധവും ഈ രാജ്യം മുഴുവൻ ഓടി നടന്നിട്ടും ഗതി പിടിക്കാത്ത പ്രചരണവും പോലെയല്ല. രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യ പിടിച്ചെടുത്ത് ഭദ്രമായി വെച്ചിട്ടാണ് ഉത്തരേന്ത്യ പിടിക്കാൻ പോയിരിക്കുന്നത്. ഇത് നരേന്ദ്രമോദിക്കും BJPക്കും തന്നെ നന്നായി അറിയാം. ആ വെപ്രാളമാണ് മോദിയിലും അമിത്ഷായിലും. മാത്രമല്ല, ഇന്ന് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി പത്രിക നൽകാൻ എത്തിയപ്പോഴും നമ്മൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ മാറുകയാണ് രാജ്യം മോദി തരംഗത്തിൽ നിന്നും രാഹുൽ തരംഗത്തിലേക്ക്.